അനന്തപുരിയിൽ ഓണം വാരാഘോഷം കൊടിയിറങ്ങുകയാണ്. സമാപന ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. ഘോഷയാത്ര വൈബാക്കാൻ വെറൈറ്റി ഫ്ലോട്ടുകൾ റെഡിയായി കഴിഞ്ഞു. അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയും ഉണ്ട് നമ്മളോടൊപ്പം. ആദ്യം അനന്തനിലേക്ക്. അനന്തൻ എവിടെയാണ് ഉള്ളത്? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? അനന്തപുരി ആഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞോ? ആദ്യം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട സമാപനമാണ്. വർണ്ണാഭമായ ഒരു ഘോഷയാത്രയോടെയാണ് എല്ലാ വർഷവും ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. ഇന്ന് ആ ദിവസമാണ്. ആറന്മുളയിൽ ഉത്രട്ടാതി ജലോത്സവം പൊടിപൊടിക്കുമ്പോൾ തലസ്ഥാനത്ത് ആ ഓണം ഘോഷയാത്രയുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്ക് ഈ ഘോഷയാത്ര അനന്തപുരിയുടെ ഈ നഗരവീഥികളെ വർണ്ണാഭമാക്കിക്കൊണ്ട് ആരംഭിക്കും. ഇപ്പോൾ കെൽട്രോൺ ജംഗ്ഷനിൽ മാനവീയം വീഥി തുടങ്ങുന്ന ആ ഭാഗത്ത് MG റോഡിലേക്കുള്ള വഴിയിൽ പ്രത്യേകം അലങ്കരിച്ച പന്തലിൽ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സകുടുംബം എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും സകുടുംബമാണ് എത്തിയിരിക്കുന്നത്. മന്ത്രിമാരായ പി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസുമുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്, ജനപ്രതിനിധികളുമുണ്ട്. ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ചടങ്ങ് ഈ ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങാണ്. അത് മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് അല്പസമയത്തിനകം നിർവഹിക്കും. അതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഘോഷയാത്ര ഏതാണ്ട് അണിനിരന്നു കഴിഞ്ഞു. ഏറ്റവും മുന്നിൽ കേരള പോലീസിന്റെ അശ്വാരൂഢ വിഭാഗമാണ് അണിനിരക്കുന്നത്. ആ കുതിര പോലീസിന്റെ അകമ്പടിയോടെയാണ് ഈ രാജവീഥിയിലൂടെ കിഴക്കേക്കോട്ടയിലേക്ക് ഈ ഘോഷയാത്ര കടന്നു പോവുക. അതിനു പിന്നിൽ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള തനത് കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാരും കലാകാരികളും അണിനിരന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കേരള സർക്കാരിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഫ്ലോട്ടുകൾ അണിനിരന്നിട്ടുണ്ട്. ഏതായാലും എല്ലാ വർഷത്തെയും പോലെ അതിമനോഹരമാണ്. ഓരോ വർഷവും ഈ വർഷം കെങ്കേമമാക്കണം ഈ ഘോഷയാത്ര എന്ന് സർക്കാരിനും വകുപ്പുകൾക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തിരുവനന്തപുരത്തിനും പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഇത്തവണയും കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി കേമമാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കുറച്ചുകൂടി സന്ധ്യയാകുമ്പോൾ എന്നോടൊപ്പം രാഹുൽ കൂടിയുണ്ട്. രാഹുൽ ആദ്യമായിട്ടാണ് ഈ ഘോഷയാത്ര തലസ്ഥാന നഗരത്ത് കാണുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോഴാണ് ഇത് വലിയ പൊലിമയാവുക. കാരണം ഈ ലൈറ്റൊക്കെ, ഈ ഫ്ലോട്ടിലൊക്കെ ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് തിരുവനന്തപുരം മുഴുവൻ നിറത്തിലുള്ള വർണ്ണങ്ങൾ വാരി വിതറിയ ബൾബുകൾ കൊണ്ട് അലങ്കൃതമാണ്. അപ്പോൾ അതിനിടയിലൂടെ ഈ പ്രത്യേകം അലങ്കരിച്ച ഫ്ലോട്ടുകളും കലാരൂപങ്ങളും കടന്നു പോകുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. ഈ ഓണം മൂഡ് നമ്മുടെ ഇത്തവണത്തെ ആ പാട്ടും അതേപോലെ തന്നെ ആ പാട്ടിനേക്കാളും ഒക്കെ വലിയ മൂഡാണ് ഇവിടെ നിൽക്കുമ്പോൾ അല്ലേ? തീർച്ചയായും തന്നെയാണ്. ആ പാട്ടിൽ എന്താണോ പറഞ്ഞത്, തിരുവനന്തപുരം എങ്ങനെ ഓണം ആഘോഷിച്ച് തുടങ്ങി, എങ്ങനെ ആഘോഷിച്ച് അവസാനിപ്പിക്കുന്നു എന്നുള്ളത് കൃത്യമായി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ നിശ്ചലമായി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ലൈറ്റുകളാണ് കാണുന്നതെങ്കിൽ തൊട്ട് താഴെ കൂടെ റോഡിലൂടെ ഈ നല്ല നിറങ്ങൾ, ഈ ലൈറ്റ് രാത്രി വന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, സ്വർഗം താണിറങ്ങി വന്നതോ എന്നുള്ള ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. സ്വർഗം താഴ്ന്നെങ്കിൽ വന്നതോ, സ്വർഗം പീലി തീർന്നതോ, അത് തന്നെയാണ്. കാരണം തലസ്ഥാനത്തെ ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ പല വർണ്ണനകളാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ വീതിയിലൂടെ, റോഡിലൂടെ ഈ അലങ്കരിച്ച ഫ്ലോട്ടുകൾ കടന്നു പോകുന്നത് ആ ലൈറ്റിന്റെ പശ്ചാത്തലത്തിലാണ് കാണുന്നത്. അതെല്ലാം അവസാനിപ്പിക്കുമ്പോൾ അത് കളറാകണം എന്നുള്ള നിശ്ചയത്തിൽ തന്നെയാണ്, കെങ്കേമാക്കണം എന്നുള്ളതാണ്. ഇതിന് പ്രത്യേക ഫാൻ ബേസും ഉണ്ട്. ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ കൈവശം കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ 3 മണിക്ക് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ അമ്മമാരും സഹോദരിമാരും എല്ലാ കൊല്ലവും ഉണ്ട്. അത് എത്രയോ വർഷങ്ങളായിട്ട് ഈ തലസ്ഥാന നഗരത്തിൽ ഈ രാജവീതിയിൽ, പ്രത്യേകിച്ച് MG റോഡിലോട്ട് കയറി അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ ശരിയാണ്. കഴിഞ്ഞ തവണ വയനാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എല്ലാവരും ഈ ഓണാഘോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് ആദ്യം വരുന്നവർക്കൊക്കെ തിരുവനന്തപുരത്തെ ഈ ഓണം വാരാഘോഷത്തിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് പ്രത്യേകമാണ്. അതൊരു പ്രത്യേക അനുഭവമാണ്. വൈകുന്നേരങ്ങളിൽ അനന്തപുരി ആകെ ഒഴുകിച്ചേരുകയാണ് ഈ പറയുന്ന വീഥികളിലേക്ക്. അത്രമേൽ അത്ഭുതങ്ങൾ കാത്തുവെക്കാറുണ്ട്. ഇത്തവണയും എല്ലാ വകുപ്പുകളുടെയും കീഴിൽ ഫ്ലോട്ടുകൾ ഉണ്ടാകും. എന്തൊക്കെ വെറൈറ്റികൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് നമുക്ക്? വെറൈറ്റികളാണ് മാധു ഇത്തവണയും തലസ്ഥാന നഗരം ഈ സംസ്ഥാനത്തിന് വേണ്ടി ഓണാഘോഷത്തിന്റെ സമാപന ചടങ്ങിന് വേണ്ടി. അത് ഓണം ബൈ ബൈ പറഞ്ഞു പോകാൻ പോകുന്നു. എല്ലാ തവണയും തിരുവനന്തപുരം അങ്ങനെ ഓണത്തെ മടക്കി വിടുമ്പോൾ അത് ആഘോഷത്തോടെയാണ്, ഈ ഘോഷയാത്രയോടെയാണ് മടക്കി വിടുന്നത്. അടുത്ത വർഷം ഇതിലും കെങ്കേമമായി കാണാം എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതിനു ശേഷം, റീലും ഷോർട്സും ഒക്കെ വന്നതിന് ശേഷം ഈ ഓണം വാരാഘോഷത്തിൽ ഈ ബ്ലോഗർമാർ
യൂട്യൂബർമാരുടെയും ഒക്കെ വലിയ തിരക്കാണ്. എല്ലാവരും ഇങ്ങനെ ഇതിൽ ഓരോ ഐറ്റവും ഓരോ കണ്ടന്റാണ്, റീലുകളും ഷോർട്സുകളും ഒക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ വർഷത്തെ ഇതുവരെ കണ്ടു തീർത്തിട്ടില്ല. അപ്പോൾ ഇത്തവണത്തെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഇവിടെ വരാത്തവർ ഇനി കണ്ട് രസിക്കാൻ പോകുന്നത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഈ ഷോർട്സും റീലും ഒക്കെ ആയിട്ടാണ്. അതിൽ ഇങ്ങനെ ഓരോരോ ഐറ്റങ്ങൾ വരും. അപ്പോൾ എന്താണോ ഈ വ്ളോഗേഴ്സിന് ന്യൂജന് വേണ്ടുന്നത് അതിനനുസരിച്ചുള്ള ഐറ്റമാണ് ഓരോ ഫ്ലോട്ടിലും ഉള്ളത്. എല്ലാ വകുപ്പിന്റെയും ഫ്ലോട്ടുകളുണ്ട്. മാധു പറഞ്ഞതുപോലെ ഞങ്ങളും കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ ഒരു റൗണ്ട് പോയി കണ്ടു എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഒരുപാട് സസ്പെൻസുകളുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ അത് ഒരുപാട് സസ്പെൻസ് നിറഞ്ഞതായിരിക്കും, വർണ്ണാഭമായിരിക്കും. ഇല്ലേ രാഹുൽ? തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പം എന്തൊക്കെയാണ് വെറൈറ്റി എന്ന് വെച്ചാൽ ഞങ്ങൾക്കും പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം നമ്മളും മുഴുവൻ കണ്ടിട്ടില്ല അല്ലേ? അതെ. ഏതാണ്ട് 1.5 മണിക്കൂർ ഒരു പോയിന്റിൽ നിന്നാലാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള ഫ്ലോട്ടുകൾ കാണാൻ കഴിയുക. അതുകൊണ്ട് വെറൈറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഹെൻ ഡാൻസ്, ഫിഷ് ഡാൻസ്, മുയൽ ഡാൻസ്, പിന്നെ ഒലക്ക ഡാൻസ്, മുറം ഡാൻസ്, അങ്ങനെ ഡാൻസിന്റെ മാത്രം കുറേ വെറൈറ്റി ഉണ്ടെന്നാണ് ലിസ്റ്റിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഡാൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും നമ്മളിപ്പോൾ വിളക്കാട്ടമുണ്ട് കാസർഗോഡിന്റെ തനത് കലാരൂപം. പക്ഷെ അവതരിപ്പിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള കലാകാരികളാണ്. അത് ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു, കാരണം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കൈ പിടിച്ചുകൊണ്ട് നിലവിളക്കമായിട്ട് വന്നതാണ്, 3 അടുക്കൊക്കെ ഉള്ളത്. എന്നിട്ട് പെട്ടെന്ന് തലയിലെടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ മന്ത്രവുമായൊന്നുമല്ല, പശയിട്ട് ഒട്ടിച്ചിട്ടുമില്ല, അവർ തലയിൽ വെച്ച് അത്രയ്ക്ക് ബാലൻസോടെയാണ് ആ കുട്ടികൾ ആ ഡാൻസ് കളിച്ചത്. മാതൃഭൂമി ന്യൂസിന് വേണ്ടി ഘോഷയാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് അവരത് ആ നൃത്ത ചുവടുകൾ ചെയ്തത്. അതിന് കൂടെ തന്നെ മാർഗം കളിക്കാരുണ്ട്, ഒപ്പന കളിക്കാരുണ്ട്, പൂരക്കളിക്കാരുണ്ട്. അങ്ങനെ കേരളത്തിന്റെ എല്ലാ സംസ്കാരവും ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങളല്ല, അതായത് ഒരു കൊച്ചു കേരളം ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ് ഈ MG റോഡിൽ. അതുകൊണ്ട് തന്നെ അതുപോലെ ഫ്ലോട്ടുകൾ, ISROയുടെ ഫ്ലോട്ട് എന്ന് പറയുന്നത് ISROയുടെ ആ സൈക്കിളിൽ മിസൈലിന്റെ അല്ലെങ്കിൽ റോക്കറ്റിന്റെ ഒരു തുമ്പും വെച്ച് തുമ്പയിലേക്ക് ചവിട്ടിപ്പോയ ശാസ്ത്രജ്ഞൻ മുതൽ ആ ഒരു വഴിത്തരം ഒരു റോഡാണ് കാണിച്ചിരിക്കുന്നത്. അത് മുതൽ ചന്ദ്രയാൻ വരെയുള്ള നേട്ടങ്ങൾ, അതിനപ്പുറത്തേക്കുള്ള നേട്ടങ്ങൾ, അതൊക്കെയാണ് ISROയുടെ. കേരള പോലീസിന്റെ ഫ്ലോട്ടിൽ പുതിയ കാലത്തെ വെല്ലുവിളിയും കൂടെ ചേർത്തിരിക്കുകയാണ്, അതായത് സൈബർ ക്രൈംസ്. അപ്പം ഒരു പോലീസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം സാധാരണ ക്രമസമാധാനം മാത്രമല്ല, കുറ്റാന്വേഷണം മാത്രമല്ല, അവർക്ക് പുതിയ വെല്ലുവിളിയായി സൈബർ ലോകം കൂടിയുണ്ട്. അതൊക്കെ ഫ്ലോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയങ്ങളും, പുതിയ വിഷയങ്ങളും ഈ ഫ്ലോട്ടുകളിലൊക്കെ അണിനിരത്തിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെയാണ് ഇനി മാതൃഭൂമി ന്യൂസിലൂടെ കാണാൻ പോകുന്നത്. അത് നമ്മളുടെ ഓരോ പോയിന്റിലും നമ്മളുടെ ക്യാമറയുണ്ട്. ആ ക്യാമറകൾ കടന്നല്ലാതെ ഈ ഫ്ലോട്ടുകൾക്കും ഈ ഘോഷയാത്രയ്ക്കും കടന്നു പോകാൻ പറ്റില്ല.